യും ത ത തൈ യും താ തൈ യും ത ത തൈ യും താ. 4 പേര് ഡാൻസേഴ്സ് പിന്നെ മ്യൂസിക് ഉണ്ട് 2 ടീച്ചേഴ്സ്. ഇപ്പം ഏറ്റവും കൂടുതൽ ഇവിടെ ഞാൻ കൂടുതൽ കാണുന്നത്. പിന്നെ ഞാൻ ബാക്കി എല്ലാ ബ്രാഞ്ചിലും മാസത്തിൽ 2 ദിവസം പോവാറുണ്ട്. അപ്പം അങ്ങനെയുള്ളവന് കാണുന്നുണ്ട്. നമസ്കാരം. ഹായ് എല്ലാവരും. ഇത് ഞങ്ങളുടെ കുഞ്ഞു ബാച്ചാ. ആണല്ലേ? എങ്ങനെയുണ്ട് ഷാൽ ടീച്ചർ? എങ്ങനെയുണ്ട്? എന്താ വിളിക്കുക ശരിക്കും? ടീച്ചറേന്നാണ് വിളിക്കുക? എന്താ ശരിക്കും? ഷാൽ ടീച്ചറാണ്. എന്തായാലും കുറേയേറെ കോസ്റ്റ്യൂം ഉണ്ട്. നമുക്ക് അവിടെ പോയിട്ട് ഒരു കോസ്റ്റ്യൂം എടുത്താലോ? തീർച്ചയായിട്ടും വരും. അപ്പൊ ആണല്ലേ? ഇവിടെ വന്ന് വിളിച്ച് എന്നെ പറഞ്ഞാൽ മതി. എന്നാലും നിന്റെ സെലക്ഷൻ കേട്ടു. കഥക്കിന്റെ കോസ്റ്റ്യൂം ഇട്ടിട്ട് പറഞ്ഞ കളിച്ചല്ലേ? നല്ല സെലക്ഷനാ. കുറെ സ്ഥിരം സ്റ്റേജുകൾ നമുക്കുണ്ട്. അങ്ങനെ ഒരു ഭാഗ്യം നമുക്കുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ജയകല വന്ന് നല്ല രീതിയിലേക്ക് ഡാൻസ് പഠിക്കാൻ ഒപ്പം തന്നെ ഇനി അമ്മമാർക്കാണെങ്കിൽ വെയിറ്റ് ചെയ്യേണ്ട അല്ലെ? ഡാൻസ് ആയിട്ട് കൂടെ പഠിക്കുകയും ചെയ്യാം. ഇനി ഡാൻസ് കളക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. കസ്റ്റമൈസ് ചെയ്തിട്ട് കോസ്റ്റ്യൂം വേണമെങ്കിൽ അതും ഉണ്ട്. ജയകല ഒന്ന് ഡാൻസ് പഠിക്കണം എന്ന് ആഗ്രഹമാണോ അതോ ഷാലു ടീച്ചർ പഠിപ്പിക്കണം എന്നുള്ള ആഗ്രഹമായിരുന്നോ? എന്താ എത്താൻ കാരണം? തിരുവല്ലയിൽ വരുമ്പോ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ജയകേരളയിൽ പഠിപ്പിക്കുന്ന ഡാൻസിന്റെ താളം തിരുവല്ല അങ്ങാടിയിൽ കേൾക്കാന്നാ പറയുന്നത്. ഇത് ഡാൻസ് പഠിപ്പിക്കുന്ന ഒരു കല പഠിപ്പിക്കുന്നതിനൊപ്പം തന്നെ ഇത്രയും ഏജ് വ്യത്യാസങ്ങളനുസരിച്ച് ഡീൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ ശരിക്കും? ഇല്ല, അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും നമുക്ക് തോന്നിയിട്ടില്ല. പിന്നെ നമുക്കൊരു ഇഷ്ടമല്ലേ ഇവരെ പഠിപ്പിക്കാൻ. ഹാർവിയോറ ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസന്റ് സംതിങ് സ്പെഷ്യലിന്റെ ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ കൊച്ചിയിൽ നിന്നൊക്കെ വണ്ടി കയറി തിരുവല്ല എത്തിയിരിക്കുകയാണ്. തിരുവല്ലയിൽ എവിടെയാണെന്ന് കൃത്യമായി ചോദിച്ചു കഴിഞ്ഞാൽ ജയ കേരള സ്കൂൾ ഓഫ് പെർഫോമിംഗ് ആർട്സ്. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് ആരെ കാണാനാണ്, ആരുടെ വിശേഷങ്ങൾ അറിയാനാണ് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ടീം ഇവിടെ എത്തിയിട്ടുള്ളത് എന്നുള്ളത് അല്ലേ? സോ അത്രത്തോളം ഇൻസ്റ്റിറ്റ്യൂട്ട് ഫേമസ് ആണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇവിടെ കുറേ അധികം വിദ്യാർത്ഥികളുണ്ട്. ആ വിദ്യാർത്ഥികൾക്കും മലയാളക്കരയ്ക്ക് പ്രിയപ്പെട്ട ഒരു അധ്യാപികയുണ്ട്. സോ ആ വിശേഷങ്ങളുമായിട്ടാണ് സംതിങ് സ്പെഷ്യൽ എത്തുന്നത്. അപ്പോൾ ആരാണെന്നും എന്താണെന്നും കാണണ്ടേ? യെസ്, അങ്ങനെ ഇപ്പോൾ നമുക്ക് ഏകദേശം രൂപം കിട്ടിയിട്ടുണ്ടാവും. എവിടെയാണ് എത്തിയെന്നുള്ളത് വൈഗ ബ്യൂട്ടിക്കാണ്. ഷാലു മേനോൻ ക്രിയേറ്റീവ്ലി ക്രാഫ്റ്റഡ്. സോ ഷാലു ചേച്ചിനെ കാണാനും ഒപ്പം തന്നെ ആ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ആദ്യം എത്തുന്ന ഇവിടെ ഷാലു ചേച്ചി ഉണ്ടോ എന്ന് ഉറപ്പില്ല, പക്ഷെ നമുക്ക് നോക്കാം. ഹായ്, ഹലോ, നമസ്കാരം. ആരുമില്ല, ഒറ്റയ്ക്കാണോ ഇത്ര വലിയ ഷോറൂം ഡീൽ ചെയ്യുന്നേ? ഞാൻ 15 വർഷമായിട്ട് സ്റ്റാഫ്. പേരെന്താ? ഗീത. ഗീത. ഗീ ചേച്ചി 15 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. ഗീ ചേച്ചിയാണ് ഇത് ഫുൾ ഡീൽ ചെയ്യുന്നത്, നോക്കിക്കൊണ്ടിരിക്കുന്നത്. സാറുണ്ട്. വേറെ ആരും സ്റ്റാഫുകൾ പോയതാണോ? സ്റ്റാഫുകൾ ഇപ്പൊ ലീവ് രണ്ടുപേരും ലീവാണ്. ഇവിടെ എന്താ മെയിൻ? ഡാൻസ് കോസ്റ്റ്യൂം ഉണ്ട്. ഡാൻസിന്റെ ഓർണമെന്റ്സ് എല്ലാം നമ്മൾ സെയിലിന് കൊടുക്കുന്നുണ്ട്. റെന്റും ഉണ്ട്, സെയിലും ഉണ്ട്, രണ്ടും ഉണ്ട്. സെയിലും ഉണ്ട്. ഇവിടുത്തെ സാധാരണ രീതിയിൽ ഒരുപാട് കുട്ടികളുള്ള ഒരു വിദ്യാലയം കൂടിയാണ് അല്ലെ? ശരിക്കും ഇവിടുത്തെ കുട്ടികൾക്ക് മാത്രമായിട്ട് വെച്ചാൽ കുട്ടികൾക്കും പുറമത്തുള്ളവരെല്ലാം വാങ്ങിക്കുന്നുണ്ട്. നമുക്ക് ഗൾഫിൽ നിന്നുള്ള ആൾക്കാരൊക്കെ വരുമ്പോ അവരൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എത്ര ടൈപ്പ് ഡാൻസ് കോസ്റ്റ്യൂം ഉണ്ട് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ പറയാൻ പറ്റും? അങ്ങനെ നമുക്ക് 5-8 ടൈപ്പിലുള്ള ഡാൻസിന്റെ എല്ലാം ഉണ്ട്. എനിക്കൊന്ന് നടന്ന് കാണിച്ചു തരുമോ എന്താണ് എങ്ങനെയൊക്കെയാണെന്നുള്ള രീതിയിലേക്ക്? ഓക്കെ. യെസ്, എന്തായാലും ഇത്രയും വലിയ ഷോറൂമിൽ എന്തായാലും ഇത്രയധികം കോസ്റ്റ്യൂംസ് ഉണ്ട്. സ്റ്റാഫൊക്കെ ഇപ്പൊ പോയി അല്ലേ? ഉണ്ടായിരുന്ന ലീവാണ് എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ വന്നിട്ട് ഷാലു ചേച്ചി എവിടെയെന്ന് ചോദിക്കണ്ട. കാരണം കയറി വരുമ്പോൾ തന്നെ വലുതായി കാണുന്നത് ഷാലു ചേച്ചിനെയാണ് അല്ലേ? ആ പിക്ചറിലാണെന്നുണ്ടെങ്കിലും ഡെമ്മിയിലൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. ഇത് എന്താണ് ഒരു ഡെമോ ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലോ? അത് ഡെമോ സെമി ക്ലാസിക്കലിന്റെ. ഒരു സൈഡ് ആംഗിളിൽ അവിടേക്ക് ഒരു ഫേസ് കട്ട് ഉണ്ടോ ഷാലു ചേച്ചിയുടെ? യെസ്, എന്തായാലും ഇവിടെ സിനിമാറ്റിക്കിന് കൊടുക്കുന്ന ഡ്രസ്സുകളാണ്. യെസ്, എന്തായാലും ഓർണമെന്റ്സ് ഒക്കെ ആണല്ലേ? ഓർണമെന്റ്സ് അല്ല, ഇത് ഭരതനാട്യത്തിന്റെ നമ്മള് ഇതെല്ലാം റെന്റിന് കൊടുക്കുന്ന ഭരതനാട്യം. ഓക്കേ. ക്ലാസിക്കൽ പിന്നെ സെമി ക്ലാസിക്കലിന്റെ ഉണ്ട്. എല്ലാം ഉണ്ട് ഇവിടെ. യെസ്, ഇതൊക്കെ റെന്റിലാണോ സെയിലിന് കൂടിയുള്ളതാണോ? ഇത് റെന്റിന് അപ്പുറത്തെ പോർഷനാണ് സെയിലിനുള്ള. യെസ്, ആൻഡ് കോസ്റ്റ്യൂംസ് കൂടുതലും എന്നുള്ള രീതിയിലേക്ക് ഈ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ചെയ്യാറ്. എങ്ങനെയാണ് ആവശ്യത്തിനനുസരിച്ചിട്ട് സ്റ്റിച്ച്? നമ്മൾ പറയും അവരെ ഇപ്പൊ ഇവിടെ ഒരാൾ വന്നാല് ഇന്ന ഡ്രസ്സ് വേണോന്ന് ചോദിക്കും. ഇന്ന ഡ്രസ്സ് വേണോന്ന് പറഞ്ഞാൽ നമ്മൾ അതനുസരിച്ച് തയ്ച്ചു കൊടുക്കും. അതിന്റെ സ്റ്റിച്ചിങ് യൂണിറ്റ് ആണോ ശരിക്കും? ബാക്കിൽ ശരിക്കും എന്താ സ്റ്റിച്ചിങ് യൂണിറ്റ് ആണ്? ഓക്കെ. സ്ഥിരമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് ഇവിടുന്നാണ്. നമ്മൾ സാധാരണ എല്ലാം ഇവിടേക്കുള്ള പ്രോഡക്ട്സ് എല്ലാം സ്റ്റിച്ച് ചെയ്യുന്നത് ഇവിടെ തന്നെയാണോ അതോ കുറച്ചൊക്കെ പർച്ചേസ് ചെയ്യും, ബാക്കിയൊക്കെ ഇവിടെ
ചെയ്യും. ഓക്കെ. എവിടെ പ്രധാന കഥാപാത്രം എവിടെ? ശാലി ചേച്ചി എവിടെ? ഇല്ല. അതിന്റെയാണ് ഈ തട്ട് മുട്ടൊക്കെ കേൾക്കുന്നത്. കാര്യമായിട്ട് കയറി വരുമ്പോൾ തന്നെ പുറത്ത് നല്ല മഴയുണ്ട്, അതിനൊപ്പം തന്നെ മേലെ നിന്ന് ഭയങ്കര ഗംഭീര ആ ഒരു തട്ടും മുട്ടും ബഹളവും കേൾക്കുന്നുണ്ട്. സോ അവിടെ അല്ല ഡാൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും അങ്ങോട്ട് പോട്ടെ, ശാലി ചേച്ചിനെ കണ്ടിട്ട് വരാം. ഇവിടെ ഓർണമെന്റ്സ് ഉണ്ട്, ബ്രൈഡലിന്റെ ഉണ്ട്. ശരിക്കും ഓർണമെന്റ്സ് കൂടെ കണ്ടിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം അല്ലെ? ഇതെല്ലാം ബ്രൈഡലിന്റെ നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഇതെല്ലാം ബ്രൈഡൽ നമ്മൾ കൊടുക്കുന്ന. ഓക്കെ. ഇത് ഡ്രാമ ആയിട്ട് ഇതിലേക്ക് ഇതെല്ലാം ഡ്രാമ ആയിട്ടും കൊടുക്കുന്നത്. ഡ്രാമ അതിന്റെ ആർട്ട് ഫോം പല രീതിയിലേക്ക് നമുക്ക് കൊടുക്കുന്നില്ല. ഡാൻസ് അല്ലാതെ നമ്മള് ഡ്രാമ പല അത് കൂടുതലും റെന്റൽ തന്നെയാവും വാങ്ങുന്നത്. ഡ്രാമ എല്ലാം റെന്റിനാ പോകുന്നത്. ഇപ്പൊ അഷ്ടമിരോഹിണിയൊക്കെ ആകുമ്പോ നമുക്ക് ഒത്തിരി കൃഷ്ണവേഷം പോവും, പിന്നെ ഓണത്തിന് മഹാബലി അങ്ങനെയുള്ള ഇഷ്ടം പോലെ പോവും, ക്രിസ്മസിന് അങ്ങനെയുള്ള എല്ലാ ഡ്രാമ ഐറ്റങ്ങളും ഇവിടെ വരുന്നുണ്ട്. എന്തായാലും ശാലി ചേച്ചിനെ ഒന്ന് നോക്കിയിട്ട് വരാം. അതിലുണ്ടല്ലോ അല്ലെ? എന്തായാലും അവിടെ ഭയങ്കരമായിട്ട് ബഹളം കേൾക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും അവിടെ ഡാൻസിന് ഇടയ്ക്ക് കയറിച്ചില്ലോ നമുക്ക് നോക്കാം. അപ്പൊ താങ്ക് യു. ക്ലോസ് ചെയ്യാറായോ? ഇല്ല. ഓക്കെ, ഉണ്ടല്ലേ? സോ താഴെ നമ്മൾ ഇതിന്റെ ഡാൻസ് റെന്റൽസ് അതുപോലെ തന്നെ സെയിൽ ചെയ്യാനുള്ള ഒരു ഏരിയ കൂടിയാണ്, ഷോറൂമാണ്. അതിന് മേലെയാണ് ഡാൻസ് ക്ലാസ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ താഴേക്ക് അതിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. എന്നെ ഇവിടെ ക്ലാസ് മുറികളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഹലോ, നമസ്കാരം. ശാലി ടീച്ചർ ഉണ്ടോ ഇവിടെ? ശാലി ചേച്ചി ഉണ്ടോ? അപ്പുറത്താണോ? ഓക്കെ. ഇവിടെ കുറെ കൂടി കുട്ടികളാണ് ഡാൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഇല്ല, അന്വേഷിച്ച ആൾ അപ്പുറത്താണെന്നാണ് പറഞ്ഞത്. അപ്പം എന്തായാലും നമുക്ക് കുറച്ചധികം വിദ്യാർത്ഥികളായിട്ട് നിൽക്കുന്നുണ്ട്. പല ഏജ് ഗ്രൂപ്പിലുള്ളവരോട് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഹലോ, നമസ്കാരം. തടസ്സമായോ? അതെ, ഒന്ന് മൈക്ക് വെച്ചോളൂ, എന്നിട്ട് ചീത്ത പറഞ്ഞോളൂ. എന്തായാലും വന്ന് കറക്റ്റ് സമയത്താണ്. തടസ്സമായോ? ഇല്ലല്ലോ. ഇത് ഇടയ്ക്ക് നിർത്തി ബ്രേക്ക് ഇട്ടതിന്റെ സന്തോഷമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളമാണ്. കുറച്ച് വൈകി പോയി. ഇല്ല, ഞാൻ സത്യം പറഞ്ഞാൽ രാവിലെ വരും എന്ന് വിചാരിച്ച് പറഞ്ഞല്ലോ, പിന്നെ ഞാൻ അത് ക്ലാസ്സിലാണ് കയറിയത്. അതുകൊണ്ട് ആണ്. പക്ഷെ കുറച്ച് വൈകി വന്നുകൊണ്ട് ഗുണം ഉണ്ടായി പറ്റി. കുറെ സ്റ്റുഡൻസ് ഒരുമിച്ച് അല്ലെ? ഇത് ഞങ്ങളുടെ പേരൻസ് അമ്മമാരുടെ ബാച്ചാണ്. അമ്മമാരുടെ ബാച്ചാണ്. ഈ അമ്മമാരുടെ മക്കളൊക്കെ ഇവിടെ തന്നെ ഉണ്ടോ? അമ്മമാരുടെ മക്കളും ഇവിടെ ഉണ്ട്. അമ്മമാരും ഉണ്ട് അല്ലേ? ശരിക്കും ഇത് കുറെ ഗുണമാണല്ലേ? കാരണം ഇവിടുന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് ഇനി വീട്ടിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരുമിച്ച് പെർഫോം ചെയ്യണമെങ്കിലും അവര് പ്രാക്ടീസ് ചെയ്യാൻ കുറച്ച് സൗകര്യമല്ലേ ഇപ്പൊ. ഇത് ശരിക്കും ഈ പാരന്റ്സ് പഠിക്കാൻ തുടങ്ങാനുള്ള കാരണം എന്തായാലും കുട്ടികൾ കൊണ്ടുവരണം, ഇവരെ കൊണ്ടുപോകാൻ വെയിറ്റ് ചെയ്യണം. ഇതൊരു കാരണമായി പഠിക്കുന്നവരുണ്ടോ? അത് മാത്രല്ല, അവർക്ക് ഇപ്പം പലർക്കും പണ്ട് പഠിക്കാതെ കുറച്ചൊക്കെ പഠിച്ചിട്ട് പിന്നെ കല്യാണം കഴിച്ചു വിട്ടു, പിന്നെ അത് പഠിക്കാൻ എനിക്ക് ഒരു ആഗ്രഹം കിടക്കുന്നു. അപ്പൊ അങ്ങനെയുള്ളവരും ഉണ്ട്. പിന്നെ കല്യാണം കഴിച്ചിട്ട് ഡാൻസ് പഠിക്കണം ആദ്യം തൊട്ടേ പഠിക്കുന്നവരും ഉണ്ട്, കുറച്ച് പഠിച്ചവരുണ്ട്. ഇടയ്ക്ക് വെച്ചൊന്ന് ബ്രേക്ക് ചെയ്ത് ഈ കല്യാണത്തിന് ശേഷം പിന്നെ ഇവരൊക്കെ കളിക്കാനെ കണ്ടിട്ട് കളിക്കാൻ തോന്നിയവർ എത്ര പേരുണ്ട്? ഒന്ന് കൈവക്കാവോ? ഉണ്ട്. ഓ, അടിപൊളി. എന്നിട്ട് ഇവിടെ എത്തി കഴിഞ്ഞപ്പോ എത്ര നാളായി? ഇപ്പൊ അരങ്ങേറ്റം എല്ലാവരും അരങ്ങേറ്റം കഴിഞ്ഞവരുണ്ട്, കഴിയാത്തവരുണ്ട്. ശരിക്കും അവിടെ നോക്കുമ്പോ ആദ്യത്തെ ക്ലാസ് മുറിയിൽ ശാലിനെ ആദ്യം നോക്കി പോയേ. ഇത് ശരിക്കും സ്കൂൾ പോലെ പ്രീ തൊട്ട് അല്ലെ? LKG തൊട്ടിട്ട് 4 വയസ്സ് തൊട്ട് എടുക്കുക. പക്ഷെ 4 വയസ്സിലെ കുഞ്ഞുങ്ങൾക്ക് നമ്മള് അതിന്റെ ഒരു സാറുണ്ട് ഇവിടെ, രാജേഷേട്ടനാണ് പഠിപ്പിക്കുന്നത്. കുഞ്ഞു പിള്ളേർക്ക് മറ്റേ ആദ്യം ഇങ്ങോട്ട് വന്നോണ്ട് കുഞ്ഞു പിള്ളേരെ നമ്മൾ അരമണ്ടലൊക്കെ ഇരുത്തി കഴിഞ്ഞാൽ അവർ നിൽക്കുക, അവർ ആ വഴി അങ്ങ് പോകും. അപ്പൊ അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്സ് പിള്ളേരെ കയ്യിലെടുക്കാൻ അതിന്റെ സാറാ, ഞങ്ങളുടെ സാറാ. ശരിക്കും ഇത്ര കുഞ്ഞു മക്കൾ തൊട്ടിട്ട് അല്ലെ, ഇത്ര ഏജ് ഗ്രൂപ്പ് ഉള്ളവരുണ്ട്. ഇത് ഡാൻസ് പഠിപ്പിക്കുന്ന ഒരു കല പഠിപ്പിക്കുന്നതിനൊപ്പം തന്നെ ഇത്രയും ഏജ് വ്യത്യാസങ്ങളനുസരിച്ച് ഡീൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ ശരിക്കും സ്റ്റുഡൻസ് എന്നുള്ള രീതിയിലേക്ക് വരുമ്പോ? അങ്ങനെ പേരൻസിന് ഇല്ല, അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും നമുക്ക് തോന്നിയിട്ടില്ല. പിന്നെ നമുക്കൊരു ഇഷ്ടമല്ലേ ഇവരെ പഠിപ്പിക്കാൻ. അപ്പം ഒന്നും ആദ്യം തൊട്ട് പഠിക്കുന്നവരുണ്ട്. അപ്പൊ അവരും നമ്മൾ അതുപോലെ സ്ട്രെയിൻ ചെയ്ത് പഠിപ്പിക്കും. നമുക്ക് ഇഷ്ടമായതുകൊണ്ടല്ലോ നമ്മൾ അവരെ. അപ്പൊ അവരും അതുപോലെ തന്നെ പഠിക്കുമല്ലോ. ശരിക്കും ഇപ്പൊ തിരുവല്ലയിൽ വരുമ്പോ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ജയകേരളയിൽ പഠിപ്പിക്കുന്ന ഡാൻസിന്റെ താളം തിരുവല്ല അങ്ങാടിയിൽ കേൾക്കാന്ന് പറയണേ. ആണോ? ഞങ്ങൾ വരുമ്പോ തന്നെ ഓൾറെഡി രൂപം കിട്ടി, മേലെ ടീച്ചർ മേലെ ഉണ്ട് എന്നുള്ള രീതിയിൽ. അത് ശബ്ദം കൊണ്ടാണ് കിട്ടിയത് ശരിക്കും അല്ലെ? ഞങ്ങൾക്ക് രാവിലെ 7 മണിക്ക് തുടങ്ങും. 7 തൊട്ട് വൈകുന്നേരം 6 മണി വരെയാണ് ഉള്ളത്. ഓരോ ബാച്ച് വൈസ് ആണ്. ഒരു ബാച്ച് ശരിക്കും എത്ര സമയമുണ്ട്? 1.5 മണിക്കൂറുണ്ട്. 1.5 മണിക്കൂറിൽ ഒരു 12 കുട്ടികളൊക്കെ എടുക്കുള്ളൂ. അങ്ങനെ ഓരോ ബാച്ച് വന്ന് അരങ്ങേറ്റക്കാർക്ക് കുറച്ച് സമയം കൂടുതൽ എടുക്കും. അങ്ങനെ വൈകുന്നേരം ഒരു 7 മണി വരെ
ഉണ്ട്. ഇവരൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകരാണ്. ടീച്ചേഴ്സ് ആണല്ലേ? വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ള ഡ്രസ് കോഡൊക്കെ ഉണ്ട്, ഭംഗിയായിട്ട് യൂണിഫോം ഒക്കെ ഉണ്ട്. എത്ര ടീച്ചേഴ്സ് ഉണ്ട് ഇപ്പൊ ഇവിടെ? ഇവിടെ ഇപ്പം 4 പേര് ഡാൻസേഴ്സ് ആണ്, പിന്നെ മ്യൂസിക് ഉണ്ട് 2 ടീച്ചേഴ്സ്. അപ്പൊ എന്തായാലും നമുക്ക് തുടങ്ങിയത് ആദ്യം അവിടെ കുഞ്ഞു മക്കള് ഉണ്ട് അല്ലെ, നമുക്ക് അങ്ങോട്ടൊന്ന് നടന്നാലോ? പിന്നെന്താ. കുറച്ച് നേരത്തെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹം പോലെ ഒരു ബ്രേക്കിന് വേണ്ടി ടീച്ചറെ കൊണ്ടുപോവാണ്. ഓക്കെ, ശരിക്കും ഇപ്പൊ കുറേയേറെ ബ്രാഞ്ചുകൾ ഉണ്ടല്ലോ. ഏകദേശം എത്ര ബ്രാഞ്ച് ഉണ്ട്? 6 ബ്രാഞ്ച്. 6 ബ്രാഞ്ച്. 6 ബ്രാഞ്ചിൽ എത്ര മക്കളുണ്ട്? 6 ബ്രാഞ്ചിലും കൂടെ ഞാൻ പറഞ്ഞ പോലെ ഒരു 750-800 കുട്ടികളുണ്ട്. അത്രയും പേരുണ്ട് എന്നുള്ള രീതിയിലേക്ക് ഇത് എങ്ങനെ മാനേജ് ചെയ്യും? എല്ലായിടത്തും എത്തുമോ? ഞാൻ ശനിയാഴ്ച 6 ബ്രാഞ്ച് ഉള്ളിടത്ത് ഞാൻ ശനിയാഴ്ച 3 സ്ഥലത്ത് പോകും, 3 ബ്രാഞ്ചിൽ പോകും. ഞായറാഴ്ച 3 ബ്രാഞ്ച്. ശരിക്കും ഈ ജയ കേരള എന്നുള്ള സ്ഥാപനം ഇത്രയും പോപ്പുലർ ആകുമ്പോഴും അതിന്റെ അപ്പുറത്തേക്ക് ശാലുമേനൻ എന്നുള്ള ഒരു ബ്രാൻഡ് കണ്ടിട്ട് ഡാൻസ് പഠിപ്പിക്കാൻ വരുന്നവരുണ്ടാവും, അല്ലെ പഠിക്കാൻ വരുന്നവരുണ്ടായിരിക്കും. അപ്പൊ ശരിക്കും അവർക്ക് അത്തരത്തിലൊരു ഇമ്പോർട്ടൻസ് ഉണ്ടാവില്ലേ? ശാലു ടീച്ചർ പഠിപ്പിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ കുഞ്ഞുങ്ങളെ വിടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഈ ശനി ഞായറും എല്ലാ ഷൂട്ടുകളും മാറ്റി വെക്കും. ഞാൻ സീരിയലിലുള്ളവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ജോയിൻ ചെയ്യുമ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ട് സാറ്റർഡേ സൺഡേ എന്നെ ഒഴിവാക്കി. കാരണം എനിക്ക് ഇവർക്ക് ക്ലാസ് എടുക്കേണ്ട ടൈം. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ മാക്സിമം ഇവരോടൊപ്പം ചെലവഴിക്കും. അപ്പൊ എന്തായാലും ശനിയും ഞായറും ആണ് കൂടുതൽ ക്ലാസ്സുകൾ നടക്കുന്നത് അല്ലെ, ഇത്തരം ബ്രാഞ്ചുകളാണെങ്കിൽ പോലും. അതിനൊപ്പം തന്നെ ഈ അഭിനയ രംഗത്തും സജീവമാണ്. അപ്പൊ ആരെങ്കിലും ഡേറ്റ് ചോദിക്കുന്ന സമയത്ത് അവരോട് പറയോ ശനി ഞായർ എന്നെ അഭിനയിക്കാൻ കിട്ടില്ല എന്നുള്ളത് പറയോ? ഞാൻ ആ സീരിയൽ ചെയ്യുന്നവരോട് ഓൾറെഡി ഇങ്ങനെ പറയും. പിന്നെ തീരെ എപ്പിസോഡ് പോകുന്നില്ലെങ്കിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു, ടീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ മാക്സിമം എല്ലാവർക്കും ഇപ്പൊ ഒരുവിധം അറിയാം, സീരിയലുകൾക്കൊക്കെ അറിയാം ഇങ്ങനെ ക്ലാസ് ഉള്ളത് കൊണ്ട് മാക്സിമം. പിന്നെ ഈ പറഞ്ഞ അത്ര അത്യാവശ്യമാണെങ്കിൽ ഞാൻ പോവാറുണ്ട് എന്നുള്ള രീതിയിലേക്ക് അത് ഒഴിവാക്കാറില്ല. നമസ്കാരം. ഹായ് എല്ലാവരും. ഹായ്. ഇത് ഞങ്ങളുടെ കുഞ്ഞു ബാച്ചാ. ആണല്ലേ? എങ്ങനെയുണ്ട് ശാൽ ടീച്ചർ? എങ്ങനെയുണ്ട്? എന്താ വിളിക്കുക ശരിക്കും? ടീച്ചറെ എന്നാണ് വിളിക്കുക? എന്താ ശരിക്കും? ഷാൽ ടീച്ചർ എന്നാ വിളിക്കുക അല്ലേ? ഉണ്ട്. ഈ ഷാൽ ടീച്ചർ എത്താറുണ്ടോ? ക്ലാസ്സിൽ പഠിപ്പിക്കാനൊക്കെ എത്താറുണ്ടോ? തിരക്കാണ്, ബിസിയാണെന്ന് പറഞ്ഞിട്ട് പോവോ? എന്താ ചെയ്യാറ്? എത്താറുണ്ടോ? ഉണ്ട്. പഠിപ്പിക്കാറുണ്ട്. ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ നിന്നുള്ള എന്തിന്റെ പേരില ജയ കേരളയിൽ എത്തിയത്? ജയ കേരള ഒന്ന് ഡാൻസ് പഠിക്കണം എന്ന് ആഗ്രഹമാണോ അതോ ശാലു ടീച്ചർ പഠിപ്പിക്കണം എന്നുള്ള ആഗ്രഹമായിരുന്നോ? എന്താ എത്താൻ കാരണം? ശരിക്കും ഈ നിരാശ പറയാറുണ്ട്. കാരണം വെച്ചാൽ ഇവിടെ വന്നു, ടീച്ചറിന്റെ തിരക്കൊക്കെ മനസ്സിലാവും, എന്നാലും പോലും ടീച്ചർ ഇടയ്ക്കൊക്കെ ക്ലാസ്സിൽ എത്തണ്ടേന്നൊക്കെ ചോദിക്കാറില്ലേ? ഇപ്പം ഏറ്റവും കൂടുതൽ ഇവിടെ ഞാൻ കൂടുതൽ കാണുന്നത്. പിന്നെ ഞാൻ ബാക്കി എല്ലാ ബ്രാഞ്ചിലും മാസത്തിൽ 2 ദിവസം പോവാറുണ്ട്. അപ്പം അങ്ങനെയുള്ളവന് കാണുന്നുണ്ട്. ഈ ശാൽ ടീച്ചർ പഠിപ്പിക്കുന്നെങ്കിൽ കൂടുതൽ ആഗ്രഹമുള്ളവര് ഇവിടെ തിരുവല്ല ബ്രാഞ്ചിൽ ഇവിടെ തന്നെ വരണം. ഇല്ല, അങ്ങനെയില്ല. ഞാനിപ്പം മന്ത്ലി പോയാൽ പോലും എല്ലാവർക്കും രാവിലെ ഒരു ക്ലാസ് എടുക്കും. ഞാൻ അല്ലാതെ ഈ 3 ദിവസം പോകുന്നു പറഞ്ഞില്ലേ, സാറ്റർഡേ ദിവസം 3 ദിവസം പോയാലും ഞാൻ അവിടെ പോയി ഫുള്ള് മറ്റവർ അധ്യാപകർ പഠിപ്പിക്കെങ്കിലും ഞാൻ അവിടെ ഫുള്ള് വൈകുന്നേരം വരെ ഇരിക്കും. പക്ഷെ ഞാൻ ക്ലാസ് ആയിട്ട് ഞാൻ സാറന്മാർ പറയാൻ നിങ്ങൾ മാറിയിരുന്നോ, ഞാൻ ക്ലാസ് എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ മന്ത്ലി 1-2 ഒരു ബ്രാഞ്ചിലും. ഓക്കെ. ഇപ്പൊ എന്തായാലും ഇത്ര നേരം രീതിയിലേക്ക് അവര് ഡാൻസ് പഠിക്കുന്നു, ഇത് കഴിഞ്ഞിട്ട് കലോത്സവ വേദികൾ വരെ കാണുന്നു. ഇങ്ങനെ ഒരു ടീച്ചർ നിലയിൽ അഭിമാനം കൊള്ളുന്ന പല ഘട്ടങ്ങളുണ്ട്. ശരിക്കും ഒരു പൂർണ്ണത, ഒരു സംതൃപ്തി കിട്ടുന്നത് ശരിക്കും എപ്പോഴാണ്? ഈ വിദ്യാർത്ഥികളെ ഏതൊരു സ്റ്റേജിൽ? വിദ്യാർത്ഥികളെ ശരിക്കും നമ്മൾ ആദ്യം തൊട്ട് ബേസിക് ആയിട്ട് പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് പെട്ടെന്ന് അരങ്ങേറ്റം ഇവിടെ നടത്താറില്ല. മിനിമം ഒരു 2.5-3 വർഷം കഴിയാതെ അരങ്ങേറ്റം നടത്തത്തില്ല. അപ്പം അത്രയും പഠിപ്പിച്ച് നമ്മൾ അവരെ ഒരു അരങ്ങേറ്റം ഒരു 3 വർഷം കഴിയുമ്പോൾ അരങ്ങേറ്റത്തിൽ നമ്മൾ എത്തിക്കും. അപ്പം ചിലർക്ക് അതൊരു ധാരണ വെച്ചാൽ അരങ്ങേറ്റം കഴിഞ്ഞാൽ കഴിഞ്ഞു പോയി തീർന്നു എന്നുള്ള. പക്ഷെ അങ്ങനെയല്ല, അരങ്ങേറ്റം കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ സ്കൂളിൽ ഇവിടെ ചെയ്യുന്ന വെച്ചാൽ ഞാൻ പ്രോഗ്രാമിന് കൊണ്ടുപോകും. അതെ, ഞാൻ ഒരു സീസണിൽ 10 പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് ഞാൻ 20 പ്രോഗ്രാം കൊടുക്കും. മാക്സിമം പ്രോഗ്രാംസ് ചെയ്യിപ്പിക്കും. കാരണം കുട്ടികൾക്ക് ഈ സ്റ്റേജ് ഫിയർ, പ്രോഗ്രാം ചെയ്യുന്ന പോലെ ഒരു സംതൃപ്തി നമ്മൾ മത്സരത്തിന് പോയാൽ കിട്ടില്ല. സാധാരണ രീതിയിലേ ഇപ്പൊ ഡാൻസ് പഠിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ ഒപ്പം തന്നെ പലപ്പോഴും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന സമയത്ത് ഇത് കഴിഞ്ഞിട്ട് പ്ലേസ്മെന്റ് ഉണ്ടാവുന്നത്. ഇപ്പൊ ഡാൻസിന്റെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പെർഫോം ചെയ്യുന്ന വേദികൾ കിട്ടുക എന്നുള്ളതാണ്. ജയ കേരള എന്നുള്ളതും ശാലുമേൻ എന്നുള്ള ഒരു ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ സാധാരണ ഇത്തരത്തിലുള്ള കുറെ ഏറെ ഓഫറുകൾ വരും അല്ലെ. ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പം മറ്റുള്ള ഒരു സ്ഥാപനം പോലെ അല്ല. കാരണം വെച്ചാൽ ഈ അപ്പൂപ്പന്റെ ഒരു പേര് കിടക്കുന്നിട ഉണ്ടല്ലോ. അപ്പൊ അത് ഇപ്പൊ 64 ഇയേഴ്സ്. അപ്പം വർഷങ്ങളായിട്ട് സ്ഥിരം കുറെ നമ്മുടെ ക്ഷേത്രങ്ങളുണ്ട്. മീൻസ് അപ്പൂപ്പന്റെ പ്രോഗ്രാമേ അവിടെ വെക്കുള്ളൂ. അപ്പൊ ആ കെയർ ഓഫിൽ തന്നെ നമുക്ക് കുറെ പ്രോഗ്രാം ഉണ്ട്. അപ്പൊ ഞാൻ അതില് പിള്ളേരുടെ പ്രോഗ്രാം കൂടെ അവർക്ക് കൊടുക്കും. അപ്പൊ കുറെ സ്ഥിരം സ്റ്റേജുകൾ നമുക്കുണ്ട്. അങ്ങനെ ഒരു ഭാഗ്യം നമുക്കുണ്ട്. അതെ. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു ഞങ്ങൾ ആദ്യം വന്നത് താഴോട്ടായിരുന്നു. അപ്പൊ ഷോപ്പിൽ വന്ന് സംസാരിച്ചു പോകുന്നു. എന്തായാലും കുറെ ഏറെ കോസ്റ്റ്യൂം ഉണ്ട്. നമുക്ക് അവിടെ പോയിട്ട് ഒരു കോസ്റ്റ്യൂം എടുത്താലോ? തീർച്ചയായിട്ടും വരും. 1 2 തക്കധിംനി തയ്യ തൈ പൊക്കിച്ചോടിക്കോ. തയ്യ തൈ. നന്നായിട്ട് താന്നിരുന്നേ, അരമണ്ടല ഇരുന്നേ. തൈ
തയ്യ തൈ തന്നിരിക്കും നന്നായിട്ട് തയ്യ തൈ തയ്യ തൈ പൊക്കിച്ച് പിടിക്കോ തയ്യ തൈ തയ്യ തൈ സ്പീഡില് തെയ്യ തൈ തെയ്യ തൈ തെയ്യ തൈ ഒരെണ്ണം ഒരു കാലില് തെയ്യ തൈ തൈ അരമണ്ഡലം തെയ്യ തൈ തെയ്യ തൈ തെയ്യ തൈ തെയ്യ തൈ താന്നിരുന്നോ തെയ്യ തൈ സ്പീഡ് തെയ്യ തൈ തെയ്യ തൈ തെയ്യ തൈ തെയ്യ തൈ ചവിട ഉറക്കിച്ചോട്ടെ തൈ തെയ്യ 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 തൈ തക്ക ധിം മീ തൈ യും ത ത തൈ യും താ ഹ തൈ യും ര ത തൈ യും താ ഹ സ്പീഡ് tây yum ta ta tây yum ta ha 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 yum ta ta tây yum ta ha ും ഒന്നൂടെ കൈ പൊക്കി പിടിച്ചോ തൈ യും താ തൈ യും തൈ യും താ tây yum ta ra tây yum ta ha tây yum ta ra tây yum ta ha tây yum ta ta tây yum ta ha tây yum ta ta tây tây thịt tây dhalang kutak ta dhikita dum tây yum ra tây yum ta ha tây yum ra tây yum ta ha ഒന്നൂടെ tây yum ra tây yum ta ha tây yum ra ta tây yum ta second speed tây yum ta ta tây yum ta ha tây yum ta ta tây yum ta ha tây yum ta ta tây yum ta ha tây yum ta ta tây yum ta third speed tây yum ta ta tây yum ta ha tây yum ta ha tây yum ta ha tây yum തക്കത്തദ്യം കിണത്തും ശരിക്കും ഈ ഒരു സമയം ഒരു സ്കൂൾ വിട്ട ഒരു ഫീൽ തന്നെയാണ്. അതെ 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 സ്കൂള് വിട്ട് അതെ ഒരു പ്രതീതിയാ അതെ. ശരിക്കും വീക്ക് ഡേയ്സ് ഇല്ലല്ലോ, വീക്കെൻഡ്സ് മാത്രമല്ലോ. വീക്ക് ഡേയ്സിൽ പേരൻസ് ചിലർക്ക് ക്ലാസ് വെക്കും ചില ദിവസം. പിന്നെ അരങ്ങേറ്റൊക്കെ വരുമ്പോ മിക്കപ്പോഴും ക്ലാസ് ഉണ്ടാവും, കാരണം ഇല്ലെങ്കിൽ തീരില്ലല്ലോ. സ്പെഷ്യൽ ക്ലാസ് എടുക്കും. നമസ്കാരം. അമ്മ നേരത്തെ വന്ന് നോക്കിയ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല അല്ലേ? ഇവിടെ വലിയ റെസ്പോൺസിബിലിറ്റി ഒക്കെ തന്നിട്ട് ആള് കറങ്ങി നടക്കുകയാണോ? എന്താണ് വിശേഷം? കയ്യിൽ പിടിച്ചോളൂ. എന്ത് വിശേഷം? എന്താണ് അമ്മയൊക്കെ ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നത് വളരെ കുറവാണ്, മടിയാണ്. ഉണ്ട്. കൈയോടെ പിടിച്ചു തന്നെ എന്താ പോകാൻ പറ്റത്തില്ലല്ലോ. ഇത് ഈ ക്യാമറ നിന്നുള്ള രീതിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോ പൊതുവെ ക്യാമറയ്ക്ക് മുന്നിൽ വരവ് കുറവാണോ? കുറവാണ്. ആഹാ. എന്തായാലും ഞങ്ങളുടെ മൈൽ സ്റ്റോണിലെ കുറെ ഫീമെയിൽ ആങ്കേഴ്സ് ആണ് കൂടുതൽ. കുറെ ഡാൻസേഴ്സ് ഇഷ്ടമുള്ള കുറെ ഫീമെയിൽ ആങ്കേഴ്സ് ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ ഇങ്ങോട്ടാണ് ചലച്ചിച്ചിന്റെ അടുത്താണ് പറയുമ്പോ എല്ലാവർക്കും ചാൻസ് ഞങ്ങളെ കൊണ്ട് വരായിരുന്നു, കൂടെ കൂട്ടായിരുന്നു എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞിരുന്നു. അപ്പൊ എന്തായാലും ഈ ഒരു സമയം ഒരാൾക്ക് വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. ചെയ്യട്ടെ ഞങ്ങൾക്ക് ഒരു ആങ്കറിനെ. അപ്പൊ ഒരു ആഗ്രഹമുണ്ട് നേരിട്ട് ശാലിച്ചിട്ട് സംസാരിക്കാം. ഒപ്പം തന്നെ ഇവിടെ ഇപ്പൊ ഡാൻസിന്റെ കളക്ഷനിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അയ്യോ കുറെ കളക്ഷൻ ഉണ്ടല്ലേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഒന്ന് വിളിച്ചോട്ടെ. ഹലോ, എവിടെ? എന്തായാലും മിസ് ആയിട്ടുള്ള ഷൂട്ടിന്റെ ഒപ്പം ഉണ്ട്, ശാലി ചേച്ചി ഒപ്പം ഉണ്ട്.
ഹലോ ഹായ്, എന്നുണ്ട്? സുഖാണോ? വണ്ടിയിലാണെന്ന് തോന്നുന്നു. അതെയോ? അയ്യോടാ. എന്തായാലും ഇവിടെ വന്ന സമയത്ത് ഞാൻ ചേച്ചിയോട് പറയുന്നത് ഡാൻസ് കളക്ഷൻസ് ഒരുപാടുണ്ട്. അപ്പൊ എന്തായാലും മെഹർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും 2-3 അടിച്ചു മാറ്റുമെന്ന് പറയായിരുന്നു. സോ വേണമെങ്കിൽ ഇപ്പൊ ചേച്ചിയോട് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി 1-2 വേണമെങ്കിൽ സെറ്റാക്കി തരും മെഹറിന്റെ രൂപത്തിൽ. ഉറപ്പായിട്ടും. ആ ഏതാ വേണ്ടേ? ഏത് കോസ്റ്റ്യൂം വേണ്ടേ? ഏത് ആർട്ട് ഫോം ഉള്ളത് വേണ്ടേ? ആ അയ്യോ, അത് കൊള്ളാം. കഥകിന്റെ കോസ്റ്റ്യൂം ഇട്ടിട്ട് ഭരതനാട്യം ഭരതനാട്യം അല്ലേ ചേച്ചി? അത് ഇനി പരീക്ഷിക്കാവുന്നതാണ് കേട്ടോ. കഥകിന്റെ കോസ്റ്റ്യൂം ഇട്ട് ഭരതനാട്യം കളിച്ച കുട്ടി ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ അതെ 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 ഈ രീതിയിലൊക്കെ. അതെ അതെ, നല്ലൊരു ഐഡിയ ആയിട്ടുണ്ട്. ക്ലാസിക്കൽ ശരിക്കും ഡാൻസ് പഠിക്കുന്നുണ്ടോ? ഓക്കെ അതെയോ? ഓക്കെ. എന്തായാലും വേറെ എന്തായാലും ശാൽചേച്ചി നേരിട്ട് കണ്ടാൽ 2 സ്റ്റെപ്പ് പഠിപ്പിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടാവും അല്ലെ? വേണോ? കാണണോ ചേച്ചി 2 സ്റ്റെപ്പ്? ഇത് പ്രത്യേക ഇത് വേറെ പ്രതിഫലം വേറെ ഉണ്ട് കേട്ടോ. വെറുതെ ഒന്നും പറ്റില്ല. ഇതിനൊക്കെ വേറെ കാണേണ്ട രീതിയിൽ കാണേണ്ടി വരും. അതെ. യെസ്. അപ്പൊ എന്തായാലും എന്നുള്ള രീതിയിലേക്ക് ഷൂട്ട് നടക്കട്ടെ. എന്തായാലും നിനക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോസ്റ്റ്യൂം ഞാൻ സെറ്റ് ആക്കിയിട്ട് കൊണ്ടുവരാം. ഓക്കെ? ഇവിടെ വന്ന് വിളിച്ച് എന്നെ പറഞ്ഞാൽ മതി. എന്തായാലും നിന്റെ സെലക്ഷൻ ഞാൻ കേട്ടു. കഥകിന്റെ കോസ്റ്റ്യൂം ഇട്ടിട്ട് ഭരതനാട്യം കളിച്ചല്ലേ? നല്ല സെലക്ഷനാ. അതെ, നന്നായിട്ടുണ്ട്. അപ്പൊ ശരി. അപ്പൊ എന്തായാലും ഓക്കെ, നടക്കട്ടെ. ബൈ. ആ ചേച്ചിനെ കാണിച്ചു. ബൈ ബൈ ബൈടാ. ഓക്കെ ശരി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ വരുമ്പോ എല്ലാവർക്കും വരുന്നത്, പ്രത്യേകിച്ച് ഫീമെയിൽ ഡാൻസുമായി ബന്ധപ്പെട്ട് എല്ലാവരും ഡാൻസ് കളിക്കുന്നവരാണ്. പക്ഷെ എല്ലാവർക്കും ഇവിടെ വന്ന് ഇങ്ങനെ പഠിക്കലോ അങ്ങനെയുള്ള കിട്ടിയിട്ടില്ല. അപ്പൊ അത് അവരുടെ ഒക്കെ അവസരമാണ് തട്ടിയെടുത്ത് ഞാൻ വന്നത്. എന്തായാലും എനിക്ക് ഇവിടെ വന്നപ്പോ ഏറ്റവും അട്രാക്ട് ചെയ്ത് ആദ്യം കണ്ടുപോയ ഒരു കാര്യമുണ്ട്. കാരണം ഡാൻസ് സ്കൂള് ഒപ്പം ഡാൻസ് കളക്ഷൻസ് കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതൊന്നും അല്ലാതെ ഇടയ്ക്ക് പുറത്തൊരു റിഫ്രഷ്മെന്റ് ജ്യൂസ് ഷോപ്പ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതെന്താ സെറ്റപ്പ്? അത് സത്യം പറഞ്ഞ ഇവിടെ ഇങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ പിള്ളേർ ഇപ്പൊ കണ്ടില്ലേ ഇങ്ങനെ ഇറങ്ങി പോകുമ്പോ ഈ പിള്ളേരെ നമ്മള് ആദ്യം സെക്യൂരിറ്റി ഒക്കെ വെച്ചിരുന്നു. സെക്യൂരിറ്റി ഒന്നും ഒരു കാര്യമില്ല, കാരണം കൊച്ചുങ്ങളല്ലേ, അവരൊക്കെ ശ്രദ്ധിക്കാനൊക്കെ പോകും. അപ്പം ഞങ്ങൾ എന്താ വെച്ചാൽ പിന്നെ അപ്പൊ പേരൻസ് തന്നെ പറഞ്ഞു വെള്ളം അങ്ങനെ ജ്യൂസ് എന്തെങ്കിലും ഈ പുറത്ത് പോകുന്ന പരിപാടി ഒഴിവാക്കാം, ഇവിടെ എന്തെങ്കിലും ഒരു അറേഞ്ച്മെന്റ് ചെയ്യാന്ന് പറഞ്ഞപ്പോ കുറച്ച് സ്ഥലം അവിടെ കിട്ടി. അങ്ങനെ ഞങ്ങൾ ചെറിയൊരു ക്യാൻറ്റീൻ പോലെ ചെറുത് ചെറുതൊന്നല്ല, വളരെ ക്യാൻറ്റീനിൽ പറ്റുബുക്കുണ്ടോ? പറ്റുബുക്കുണ്ട്. അപ്പൊ എനിക്ക് ആ പറ്റുബുക്കിൽ ഒരു ജ്യൂസ് കുടിക്കണം. എനിക്ക് മാത്രം. ഓക്കെ, എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അല്ലേ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഒരു ആതിഥ്യ മര്യാദ കാണിക്കും തിരുവല്ലക്കാര് അല്ലേ? സോ എന്തായാലും നമുക്ക് ജ്യൂസ് ഷോപ്പിൽ പോയി ഒരു ജ്യൂസ് കുടിച്ച് മെല്ലെ അല്ലെ വിശേഷം വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു. റെഡി? ഓക്കെ. റൈറ്റ് ടൈമിലാ, നല്ല സമയത്താ സാറുമാരൊക്കെ ഇവിടെ. വാ വാ. എന്താ വേണ്ട? ഫ്രൂട്ടി ഉണ്ട്. എന്താ സ്പെഷ്യൽ? എന്താ ഇവിടുത്തെ? ഞാൻ എടുത്തുതരാം, ഒരു മിനിറ്റ്. ഫ്രൂട്ടി ഗോലി സോഡ ഒക്കെ ഉണ്ട് കേട്ടാ. ആണ്ടോ? ഞങ്ങളുടെ പിള്ളേർക്ക് ഇതൊക്കെ മതി. ഗോലി സോഡ വേണോ? ഇതിൽ ഏതാ വേണ്ടേ? ഏതായാലും കുഴപ്പമില്ല. ഏതാ മസ്റ്റ് എന്തായാലും ഒരു വെറൈറ്റിക്ക് വേണ്ടിട്ട് ഗോലി സോഡ അടിച്ചു. ഗോലി ഇല്ലേ? പക്ഷേ മേളില് പ്രസ് ചെയ്യണം. ബാക്കിയുള്ളവർക്ക് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഗോലി സോഡ കുറച്ച് അല്ലെ ചില്ല് ബോട്ടിലാണ് കാണുക. കുറച്ച് കാലം മാറിയതിനനുസരിച്ച് അതിന്റെ രൂപം കോലൊക്കെ മാറിയിട്ടുണ്ട് അല്ലേ? എന്തായാലും ഓക്കെ. അപ്പൊ എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ജയകല വന്ന് നല്ല രീതിയിലേക്ക് ഡാൻസ് പഠിക്കാൻ, ഒപ്പം തന്നെ ഇനി അമ്മമാർക്കാണെങ്കിൽ വെയിറ്റ് ചെയ്യേണ്ട അല്ലെ, ഡാൻസ് ആയിട്ട് കൂടെ പഠിക്കുകയും ചെയ്യാം. ഇനി ഡാൻസ് കളക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. കസ്റ്റമൈസ് ചെയ്തിട്ട് കോസ്റ്റ്യൂം വേണമെങ്കിൽ അതും ഉണ്ട്. ഇതിനോടൊക്കെ വെയിറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡ്രിങ്ക്സ് അടിക്കുന്നുണ്ട്. ഇവിടെ വന്ന എല്ലാം ഉണ്ട് അല്ലെ, വേറെ ഒന്നും പുറത്തോട്ട് പോകേണ്ട ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പൊ എന്തായാലും മെല്ലെ ഞാൻ ഗോലി സോഡ കുടിച്ചിട്ട് അങ്ങോട്ട് പോവാണ്. പറ്റുബുക്കിൽ എഴുതിക്കോ. താങ്ക് യു സോ മച്ച്. കണ്ടതിൽ സന്തോഷം. ഒരുപാട് സന്തോഷം. പരിചയപ്പെട്ടതിൽ കാണാൻ പറ്റില്ല. ഒക്കെ സന്തോഷം. ഓക്കെ, അപ്പൊ കാണാം. അപ്പൊ എല്ലാവരോടും യെസ്. അപ്പൊ സംതിങ് സ്പെഷ്യലിലെ കുറേയേറെ സ്പെഷ്യൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ അതുവരേക്കും ബൈ.